സാംസങ് 25 ഫ്ലാറ്റിന്റെ ടി വി ആണ്. അപ്പൊ എന്താണ് കംപ്ലൈന്റ് എന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ആരോ വരും, ആരോയിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കണ്ടില്ലേ, സ്പാർക്ക് ചെയ്യാണ്. LOTയുടെ താഴായിട്ട് ചെറിയൊരു ഹോൾ വീഴുന്നിട്ടുണ്ട്. ആ ഹോൾ വഴി ആ കപ്പാസിറ്ററിലോട്ട് സ്പാർക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ LOT മാറ്റുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, LOT കംപ്ലൈന്റ് ആണ്. വേറെ LOT ഇടുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം അങ്ങ് മാറിക്കോളും. ഇവിടെ ഇപ്പൊ പഴയ ഒരു LOT ആണ് ഇടാൻ പോകുന്നത്, വേറൊന്നും കൊണ്ടല്ല. പുതിയത് വേണമെങ്കിൽ വാങ്ങിച്ചിടാം. പക്ഷേ ഇവിടെ ഒരു C ടൈപ്പ് ബോർഡ്, അത് കടപ്പുറത്തിരുന്ന് ബോർഡൊക്കെ ഈ റെസിസ്റ്റൻസും സാധനങ്ങളൊക്കെ എല്ലാം ദ്രവിച്ചു പോയ ഒരു ബോർഡുണ്ട്. അപ്പോൾ അത് LOT വന്നിട്ട് കണ്ടീഷനാണ്, പഴയതാണെങ്കിൽ. അപ്പോൾ അതാണ് ഇടുന്നത്, വേറെ ഒന്നുമില്ല. ഇപ്പോഴത്തെ LOT വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാംസങ്ങിൻ്റെ LOT, അത് ഈ ഒരു ടൈപ്പ് ബോർഡല്ല, വേറൊരു ടൈപ്പ് ബോർഡാണ്. സാംസങ്ങിൻ്റെ LOT വാങ്ങിച്ച് ഏകദേശം ഒരു 10-25 ദിവസം കിടന്ന് അതങ്ങ് അടിച്ചുപോയി. LGയുടെ വാങ്ങിച്ച്, LGയുടെതാണ് കൂടുതൽ അടിച്ചു പോയിട്ടുള്ളത്, അതും അടിച്ചു പോയി. 250 ഉണ്ട്, 380, 50 എന്തോ ഉണ്ട്, രണ്ടും അടിച്ചു പോയി. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അപ്പോൾ ഇവിടെ ഒരു ഹോൾ കിടക്കുന്നുണ്ട്, ഈ കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഇതുവഴിയാണ് സ്പാർക്ക് അടിക്കുന്നത്. അപ്പോൾ LOTയുടെ ദൂരെ എറിഞ്ഞിട്ട് വേറൊരു LOT എടുത്തിട്ടുണ്ട്, സെയിമാണ് സംഭവം. ഇട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ LOT അങ്ങ് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതാണ് കാര്യം. കിടന്നു അങ്ങനെ ഒരു ഉറപ്പ് പറയാം. കാരണം LOT പോണതിന് മുമ്പ് ഇനി ഒരു കാര്യമുള്ളതെന്ന് സിംറ്റംസ് കാണിക്കും. അപ്പോൾ എനിക്ക് സാംസങ്ങിലും LGയിലും ഒരേ സിംറ്റംസാണ് കാണിച്ചിട്ടുള്ളത്. TV ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സഡൻലി ഷട്ട് ഡൗൺ ആവും. അതായത് ഓൺ ആയിട്ട് അങ്ങ് ഓഫ് ആവും പെട്ടെന്ന്. ആ ഒരു സിംറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോണം, 100% LOT അടിച്ചു പോയിരിക്കും. സാംസങ്ങിൽ 2 പ്രാവശ്യം കാണിച്ചു, LGയിൽ 1 പ്രാവശ്യം കാണിച്ചു. ആ 2ന്റെ LOT അടിച്ചു പോയി, അതാണ് കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ, LOTയുടെ ക്വാളിറ്റിയെക്കുറിച്ച് കുറ്റം പറയണ മാത്രമല്ല, ബോർഡിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ LOT പോവും. ഉദാഹരണത്തിന് പവർ സപ്ലൈ ഹൈ ആയ 100% LOTയും പോവും, HOUട്ടും പോവും. പിന്നെ അങ്ങനെ ഒരു അബദ്ധവും LGയുടെ TVയിൽ 6002Kയുടെ പുതിയ LOT ആയിരുന്നു. സംഭവം വാങ്ങിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞ് അടിച്ചു പോയി. LOTയും പോയി, HOUട്ടും പോയി. പവർ സപ്ലൈ ഹൈ ആയി 148ആയി, 113-15 വരാണ്ട് 148ആയി. റെസിസ്റ്റൻസിൻ്റെ ഹൈ വാല്യൂ ആയത്. അപ്പോൾ ഈ ബോർഡ് ഇപ്പോൾ ഏതായാലും കറക്റ്റ് ആയിട്ടുണ്ട്. പഴയ LOT ആണ് ഇട്ടത്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പോൾ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്, ഒരു ലീക്ക് പോലും ഇല്ല, സംഭവം എല്ലാം സെറ്റാണ്. അപ്പോൾ പുതിയ LOTക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പ് പറയാൻ പറ്റൂല, ഇരുന്നെന്ന് പറയാം. കംപ്ലൈൻറ്റായി തിരിച്ചുകൊണ്ട് കൊടുത്താലാ തിരിച്ചെടുക്കുകയില്ല.